Hi everyone, welcome to Medventure Dr. Ando's Academy. നമുക്ക് DHA Pharmacy Technician ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, what is Declaration of Helsinki? Declaration of Helsinki എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു സെറ്റ് ഓഫ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, അതായത് ഹ്യൂമൻ സബ്ജക്ട്, നമ്മൾ മനുഷ്യന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള മെഡിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് എത്തിക്കൽ ഗൈഡ് ലൈൻസ്, അതാണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി എന്ന് പറഞ്ഞാൽ. ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് വേൾഡ് മെഡിക്കൽ ഓർഗനൈസേഷൻ, അതായത് ഫസ്റ്റ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1964 ഹെൽസിങ്കി, ഫിൻലാൻഡിലെ ഹെൽസിങ്കിയിലാണ് ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിക്ലറേഷൻ ഒരു ഗൈഡൻസ് പോലെ, അതായത് ഈ എത്തിക്കൽ കൺസിഡറേഷനിൽ ഒരു ഗൈഡൻസ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ്സ് എന്താണ്, ആ ബയോമെഡിക്കൽ റിസർച്ചിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ആ എത്തിക്കൽ കൺസിഡറേഷൻ ആണ് ഈ ഒരു ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കിയിലെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻഫോംഡ് ആയിട്ടുള്ള കൺസെന്റ്, പിന്നെ ഒരു എത്തിക്കൽ റിവ്യൂ നടത്തുന്നു, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കമ്മിറ്റി എത്തിക്കൽ റിവ്യൂ നടത്തുന്നതിന്റെ നെസസിറ്റി, ദെൻ ആ ഒരു ബെനിഫിറ്റ്, ആ റിസർച്ചിന്റെ ബെനിഫിറ്റ് ഇതുപോലെ ഔട്ട്വേ ചെയ്യണം പൊട്ടൻഷ്യൽ റിസ്കിനേക്കാളും. അത് ഈ മൂന്നെണ്ണമാണ് ഈ പറഞ്ഞ ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കിയുടെ കീ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി? സെറ്റ് ഓഫ് റൂൾസ് ആണ്, അതായത് നമ്മുടെ ഡോക്ടേഴ്സിനും സയന്റിസ്റ്റിനും ഒക്കെ ഫോളോ ചെയ്യണം. അവർ ആ റിസർച്ച്, പീപ്പിൾ ഇൻവോൾവ് ആയിട്ടുണ്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ സയന്റിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെ ഫോളോ ചെയ്യേണ്ട സെറ്റ് ഓഫ് റൂൾസ് ആണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി എന്ന് പറഞ്ഞാൽ. അപ്പൊ വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ 1964 ഹെൽസിങ്കി ഫിൻലാൻഡിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ്? കാരണം ഇത് മേക്ക് ഷുവർ ചെയ്യുന്നു, അതായത് ആ മെഡിക്കൽ റിസർച്ച് എത്തിക്കലി ആണ് നടന്നത്. എന്തുകൊണ്ടാണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി ഇമ്പോർട്ടന്റ്? കാരണം ഇത് മെഡിക്കൽ റിസർച്ച് എത്തിക്കലി ആണ് നടന്നത്, അതായത് ഇറ്റ് ഈസ് ഡൺ ഇൻ എ വേ, അതായത് ഫെയർ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു റൈറ്റ്, ഈ വെൽബീയിങ് ആ പാർട്ടിസിപ്പൻസിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് അത് അങ്ങനെയാണ് നടന്നത്, എത്തിക്കലി ആണ് നടന്നതെന്ന് ഉറപ്പ് വരുത്താനാണ് ഈ ഒരു ഡിക്ലറേഷൻ. അപ്പം ആദ്യത്തേത് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞു. എന്താണ് ഇൻഫോംഡ് കൺസെന്റ്? അതായത് ഒരാൾ എഗ്രി ചെയ്യുന്നു, ആ ഒരു സ്റ്റഡിയിൽ ഒരു പാർട്ട് ആകാം, അല്ലെങ്കിൽ അവർക്കോട് ഫുള്ളി അത് ഇൻഫോം ചെയ്യുന്നു, എന്താണ് ആ സ്റ്റഡിയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്, അതിന്റെ റിസ്ക് എന്താണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, അങ്ങനെ എല്ലാം അവർ ഇൻഫോം ചെയ്ത് അവർ സമ്മതിക്കുന്ന ആ ഇൻഫോംഡ് കൺസെന്റ്, അതായത് പാർട്ടിസിപ്പൻസ് അറിഞ്ഞിരിക്കണം, അതായത് അവർ സൈൻ അപ്പ് ചെയ്യണം ആ ഒരു സംഭവത്തിന്, അല്ലെങ്കിൽ എഗ്രി ചെയ്യണം. അതാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ. എത്തിക്കൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതായത് ഈ സ്റ്റഡിയിൽ ഇൻവോൾവ് ആയിട്ടില്ലാത്ത ഒരു ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ റിവ്യൂ ചെയ്തിരിക്കണം. ദേ മസ്റ്റ് റിവ്യൂ ആൻഡ് അപ്രൂവ്. ആ ഒരു റിസർച്ച് പ്ലാൻ റിവ്യൂ ചെയ്ത് അപ്രൂവ് ചെയ്യണം. എന്തിനാണ്? ടു മേക്ക് ഷുവർ ഇറ്റ് ഈസ് എത്തിക്കൽ. ദെൻ ആ കമ്മിറ്റി ചെക്ക് ചെയ്യും, ആ സ്റ്റഡി ഫെയർ ആണോ, സേഫ് ആണോ എന്ന് ആ കമ്മിറ്റി ചെക്ക് ചെയ്യും. ദെൻ ബെനിഫിറ്റ് റിസ്കിനേക്കാളും മുന്നായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അതായത് റിസർച്ചേഴ്സ് എന്താ പറയാ, ഈ റിസർച്ച് നടത്തുക, ഈ ബെനിഫിറ്റ്, അതായത് ഗുഡ് ഔട്ട്കംസ് ഗ്രേറ്റർ ആണ് റിസ്കിനേക്കാളും, ആ പോസിബിൾ ഹാമിനേക്കാളും ആ ഗുഡ് ഔട്ട്കംസ് ആണ് വരുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിസർച്ച് നടത്താവുള്ളൂ. അതായത് ഗുഡ് തിങ്സ്, ആ ഒരു റിസർച്ചിൽ നിന്ന് ഗുഡ് തിങ്സ് ഔട്ട്വേ ചെയ്യണം ആ ഒരു പൊട്ടൻഷ്യൽ ബാഡ് തിങ്സിനേക്കാളും. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് അവിടെ ആ ഒരു പീപ്പിളിന്റെ, അതായത് ആ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ, അതാണ് ഉറപ്പുവരുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ. അതായത് എൻഷുർ ചെയ്യുന്നു, അതായത് അവര് പ്രോപ്പറായിട്ട് അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ദേ ആർ ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്, അല്ലെങ്കിൽ ആ പാർട്ടിസിപ്പൻസ് അറിയുന്നു വാട്ട് ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു, അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ഈ ഒരു സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുമ്പോൾ വളരെ റെസ്പോൺസിബിളി വേണം, അല്ലെങ്കിൽ സേഫ്ലി വേണമെന്നാണ് ഈ ഒരു ഡിക്ലറേഷൻ പറയുന്നത്. അപ്പം ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി എന്ന് പറയുന്നത് ഒരു റൂൾ ബുക്ക് പോലെയാണ് എത്തിക്കൽ മെഡിക്കൽ റിസർച്ചിൽ, അതായത് പീപ്പിൾ ഇൻവോൾവ് ആയിട്ടുള്ള എത്തിക്കൽ മെഡിക്കൽ റിസർച്ചിൽ ഒരു റൂൾ ബുക്ക് പോലെയാണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി. അതായത് ഇൻഫോം ചെയ്യുന്നു, ഫസ്റ്റ് പാർട്ടിസിപ്പൻസിനെ ഇൻഫോം ചെയ്യുന്നു, ഒരു ഇൻഫോംഡ് കൺസെന്റ് ആ സ്റ്റഡീനെ പറ്റി, അല്ലെങ്കിൽ അവർ പെർമിഷൻ എടുക്കുന്നു, പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് റിവ്യൂ നടത്തുന്നു, ആ ഒരു സ്റ്റഡി ആ ഒരു എത്തിക്കൽ ആണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. ദെൻ മേക്ക് ഷുവർ ചെയ്യുന്നു, ആ ബെനിഫിറ്റ് ഔട്ട്വേ ചെയ്യുന്നുണ്ട് റിസ്കിനേക്കാളും. എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? സോ ദാറ്റ് ആ റിസർച്ച് സേഫ് ആയിട്ട്, ഫെയർ ആയിട്ട്, അല്ലെങ്കിൽ ആ പാർട്ടിസിപ്പൻസിനെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഡിക്ലറേഷൻ ഓഫ് ഹെൽസിങ്കി. അടുത്തത് സാലിസിലിക് ആസിഡ് യൂസ് ചോദിച്ചിട്ടുണ്ട്. സാലിസിലിക് ആസിഡിന്റെ യൂസ് ഒന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്കിന് ആക്നെ ട്രീറ്റ്മെന്റ്, ദെൻ എക്സ്ഫോലിയേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വാർഡ്സ് കാലോസസിന്റെ റിമൂവൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കെമിക്കലാണ്. അതായത് നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സിലും സ്കിൻ കെയർ ഈ മെഡിസിൻസിലൊക്കെ കാണപ്പെടുന്ന ഒരു സ്കിൻ കെയർ ഒരു ടൈപ്പ് ഓഫ് കെമിക്കലാണ് സാലിസിലിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് സിറം ഉപയോഗിക്കുന്നവർക്ക് കാണും സാലിസിലിക് ആസിഡ്, ഈ ആക്നെ പ്രോൺ സ്കിന്നിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ ഫേസ് വാഷ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഈ
ഈ ഒരു സാലിസിലിക് ആസിഡ്? നാച്ചുറലി ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിൽ നാച്ചുറലി കാണുന്നതാണ്. എസ്പെഷ്യലി വിലോ ട്രീസിന്റെ ബാർക്കിൽ, എസ്പെഷ്യലി ഇൻ ദ ബാർക്ക് ഓഫ് വിലോ ട്രീസ്. പിന്നെ ചില ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും കാണാം. അപ്പൊ ഈ സാലിസിലിക് ആസിഡിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഒന്ന് ആക്നെ ട്രീറ്റ്മെന്റ്, അതായത് ഇവന്മാർ വളരെ എഫക്റ്റീവ് ആണ് ഈ ആക്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. പോർസ് അൺക്ലോഗ് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബ്രേക്ക്ഔട്ട്സ് പ്രിവെന്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് എക്സ്ഫോലിയേഷൻ, അതായത് സാലിസിലിക് ആസിഡ് ഒരു കെമിക്കൽ എക്സ്ഫോലിയന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സെൽ ടേൺ ഓവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സ്മൂത്തർ സ്കിന്നിന് കാരണമാകുന്നുണ്ട്. ദെൻ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതായത് ഇവന്മാര് ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പർട്ടിക്കുലർലി ബ്ലാക്ക് ഹെഡ്സിനാണ് ഈ സാലിസിലിക് ആസിഡ് പർട്ടിക്കുലർലി ബ്ലാക്ക് ഹെഡ്സ് പ്രിവെന്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും, വൈറ്റ് ഹെഡ്സും കേട്ടോ. അതായത് ഇത് പെനിട്രേറ്റ് ചെയ്യും ആ ഓയിലിനെ, ആ ഒരു എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടി, ആ ഒരു ഇൻസൈഡ് ദി ഹെയർ ഫോളിക്കിൾസ്. അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിനും സാലിസിലിക് ആസിഡ് യൂസ്ഫുൾ ആണ്. ദെൻ വാട്സ് ആൻഡ് കാലൂസസ്, അതായത് ഈ സാലിസിലിക് ആസിഡ് വാട്സിന്റെയും അല്ലെങ്കിൽ കാലൂസസിന്റെ ഒക്കെ റിമൂവലിന് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? ആ അഫക്റ്റഡ് സ്കിന്ന് ഇങ്ങനെ ഷെഡായി പോകുന്നത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട്. അപ്പം സാലിസിലിക് ആസിഡ് ഒന്ന് ആക്നെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു, അതായത് ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യുന്നു, പോർസ് അൺക്ലോഗ് ചെയ്യുന്നു, അങ്ങനെ ആക്നെയും ബ്ലാക്ക് ഹെഡ്സും പ്രിവെന്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കി വെക്കുന്നു, ആ പിമ്പിൾസ് ഒക്കെ ഫോം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്. ദെൻ അത് സോഫൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസോൾവ് ആക്കുന്ന തിക്കൻഡ് ആയിട്ടുള്ള സ്കിന്നിനെ. അതുകൊണ്ട് തന്നെ വാട്സും കാലസസും കോൺസ് ഒക്കെ റിമൂവ് ആക്കാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഈ ആ ഒരു ടഫ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്കിൻ ഗ്രോത്ത് ഒക്കെ ഗെറ്റ് റെഡി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡാൻഡ്രഫിലും സ്കാൽപ് ട്രീറ്റ്മെന്റിലും ഉണ്ട്. അതായത് സാലിസിലിക് ആസിഡ് ഇതുപോലെ ആ ഫ്ലേക്കിങ് അല്ലെങ്കിൽ ആ ഒരു സ്കെയിലിങ് ഇതുപോലെ കുറയ്ക്കുന്നുണ്ട്. അതായത് സ്കാൽപ്പിനെ എക്സ്ഫോളിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ആ ഡാൻഡ്രഫ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാലിസിലിക് ആസിഡ് ഹെൽപ്ഫുൾ ആണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? മോസ്റ്റ് കോമൺലി നമ്മൾ സാലിസിലിക് ആസിഡ് ഡയറക്ട്ലി സ്കിന്നിൽ അപ്ലൈ ചെയ്യും. ഒന്നെങ്കിൽ ക്രീമിന്റെ ലൈക് ക്രീമായിട്ട്, അല്ലെങ്കിൽ ലോഷൻ ആയിട്ട്, ജെല്ലായിട്ട്. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അറിയാം, അങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഷാംപൂസിലും ഉണ്ട്. അതായത് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റിന് മെഡിക്കേറ്റഡ് ഷാംപൂസിൽ, ലൈക് മെഡിക്കേറ്റഡ് ഷാമ്പൂ ഈ പറഞ്ഞ സാലിസിലിക് ആസിഡ് ഉണ്ട്. ഇതിന് കോമൺ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഒന്ന് ഇറിറ്റേഷൻ, ഓക്കെ, മൈൽഡ് ആയിട്ടുണ്ട്, ഇറിറ്റേഷന് ചിലപ്പോൾ കാരണമാകും, ഡ്രൈനെസ്സിന് കാരണമാകും, പിന്നെ പീലിംഗ് ഓഫ് സ്കിൻ പീൽ ആവുമല്ലോ, ടഫ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പീലിംഗ് ഓഫ് ദ സ്കിന്നും ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു കോമൺ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന്റെ ഓവർ യൂസ് ഇതുപോലെ സ്കിൻ ഇറിറ്റേഷനും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ സാലിസിലിക് ആസിഡ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് മെനി സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ. അതായത് ആക്നെ ട്രീറ്റ് ചെയ്യുന്നു, അതായത് പോർസ് ഒക്കെ ക്ലിയർ ആക്കി വെക്കുന്നു, വാട്സ് കോൺസ് കാലസസ് ഒക്കെ റിമൂവ് ചെയ്യുന്നു, സോഫൻ ചെയ്യുന്നു ടഫ് സ്കിന്നിനെ, ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ സൂക്ഷിച്ച് ഉപയോഗിക്കുക, കാരണം സ്കിൻ ഇറിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ പറഞ്ഞ സാലിസിലിക് ആസിഡിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, the company decided to make a new medication for colon cancer. It's easily absorbed from the intestine. What is the least appropriate? അപ്പൊ ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തതിൽ ഈ ഓപ്ഷൻ സി ആണ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത്. ഓരോ ഓപ്ഷനും എന്തുകൊണ്ടാണ് അപ്രോപ്രിയേറ്റ് ആയത് അല്ലെങ്കിൽ ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേത്, അതായത് ഈ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. വൈ യൂസ്, അതായത് HPMC കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ pH ഓഫ് കമ്പോണന്റ് 6 to 7, അതായത് pH റേഞ്ച്, ആ ഒരു സംഭവം അപ്രോപ്രിയേറ്റ്, ആ ഒരു പോയിന്റ്. ഓക്കെ, pH ഓഫ് കമ്പോണന്റ് 6 to 7 എന്ന് പറയുന്നത്. കാരണം ഈ pH റേഞ്ച് 6 to 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ടു സ്ലൈറ്റ്ലി അസിഡിക്ക, അതായത് അവന്മാര് സ്യൂട്ടബിൾ ആണ്, അതായത് എൻഷുർ ചെയ്യുന്നു ആ മെഡിക്കേഷൻ സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ഈസിലി അബ്സോർബ് ആവുന്നുണ്ട് ഇൻഡസ്റ്റൈനിൽ നിന്ന്. അപ്പൊ ഈ ഒരു ലൈക്ക് ആ ഒരു ഓപ്ഷൻ അപ്രോപ്രിയേറ്റ് അല്ലേ, കാരണം അത് മാച്ച് ചെയ്യുന്നുണ്ട് ഇൻഡസ്റ്റൈനൽ എൻവയോൺമെന്റ് ആയിട്ട്, അബ്സോർപ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേന് കോമ്പൗണ്ടന്റ് ഈസ് ഗ്യാസ്ട്രിക് ആസിഡ് റെസിസ്റ്റന്റ്, അതായത് റെസിസ്റ്റന്റ് ആണ്. അതായത് ഗ്യാസ്ട്രിക് ആസിഡ് ആയിട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മെഡിക്കേഷൻ പാസ് ത്രൂ ചെയ്തു സ്റ്റൊമക്കിൽ കൂടെ, അവിടെ ഡിഗ്രേഡ് ആവാണ്ട് പാസ് ചെയ്ത് ഇൻഡസ്റ്റൈനൽ ഇൻടാക്റ്റിൽ എത്തി, അതായത് അവിടെ അവന്മാർ അബ്സോർബ് ആവുന്നു. അപ്പൊ ആ ഒരു സെന്റൻസും അപ്രോപ്രിയേറ്റ് അല്ലേ, കാരണം അത് അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട് ആ ഒരു മെഡിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നു അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ ഇൻഡസ്റ്റൈൻ. ദെൻ മൂന്നാമത്തേതാണ്, അതായത് HPMC ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് നമ്മൾ ഓഫൺ യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ, അതായത് കൺട്രോൾ ദ റിലീസ് റേറ്റ് ഓഫ് ദി ഡ്രഗ്. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ HPMC യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ. അപ്പൊ ഈ ഒരു സംഭവം യൂസ് ഓഫ് HPMC ആസ് കോട്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സിനാരിയോയിൽ വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതുകൊണ്ടാണ് സി ആൻസർ വന്നത്.
കാരണം ഇവന്മാർ നോട്ട് ഡയറക്ട്ലി റെലവെന്റ്, അതായത് ആ ഡ്രഗ് അബ്സോർബ് ആവുന്നുണ്ട് ഇൻഡസ്റ്റൈനിൽ നിന്ന്, അത് എൻഷുർ ചെയ്യുന്നില്ല, അതായിട്ട് ഡയറക്ട്ലി റെലവെന്റ് അല്ല, അല്ലെങ്കിൽ സ്പെസിഫിക് ആക്ഷൻ കോളോണിൽ അതായിട്ട് റെലവെന്റ് അല്ല. HPMC ഡ്രഗ് ഇതുപോലെ HPMC കോട്ടിംഗ് ഇതുപോലെ ഡ്രഗിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡസ് നോട്ട് അഡ്രസ് ദി സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഫോർ ആ ഇൻഡസ്റ്റൈനിലെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റഡ് ആക്ഷൻ ഇൻ ദി കോളോൺ. then അടുത്തത് ദി ഡ്രഗ് ഡിസ്റപ്റ്റഡ് ഇൻ ദി കോളോൺ ടു ഗീവ് ആക്ഷൻ. അതായത് ആ ഡ്രഗ്, ഈ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്, അപ്രോപ്രിയേറ്റ് ആണ്, കാരണം ഡ്രഗ് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ എവിടെ ആക്ട് ചെയ്യാനാ? കോളോണിൽ ആക്ട് ചെയ്യാനാ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ഐഡിയലി റിമെയിൻ ഇൻടാക്ട്, അതായത് അവിടെ അണ്ടിൽ ഇറ്റ് റീച്ചസ് കോളോൺ അത് ഇൻടാക്ട് ആയിട്ട് തന്നെ ഇരിക്കും, then അത് റിലീസ് ചെയ്യും അതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനെ കോളോണിൽ. അപ്പൊ ഈ ഒരു സെന്റൻസും അപ്രോപ്രിയേറ്റ് ആണ്, കാരണം അത് എൻഷുർ ചെയ്യുന്നുണ്ട് ഡ്രഗ് അവിടെ തന്നെ, ലൈക്ക് വേർ ഇറ്റ് ഈസ് നീഡഡ് അവിടെ ഡ്രഗ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പം ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺടാക്സ്റ്റിൽ, ബിക്കോസ് അത് സ്പെസിഫിക്കലി അഡ്രസ് ചെയ്യുന്നില്ല ദ നീഡ് ഫോർ ദ ഡ്രഗ് ടു ബി അബ്സോർബ് ഫ്രം ദി ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ആൻഡ് ആക്ഷൻ ഇൻ ദി കോളോൺ. ബാക്കി ഓപ്ഷൻസ് എല്ലാം ഡയറക്ട്ലി റിലേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡ്രഗിന്റെ അബ്സോർപ്ഷനെ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് ഏരിയ കോളോണിലെ അതിന്റെ എഫക്റ്റീവ്നെസ്സിനെ. സോ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, മീഥൈൽ സാലിസിലേറ്റിന്റെ യൂസ് ചോദിച്ചിട്ടുണ്ട്. മീഥൈൽ സാലിസിലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോമൺലി അനാൽജസിക് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ടോപ്പിക്കൽ പെയിൻ റിലീഫ് പ്രൊഡക്ട്സിൽ, ഇപ്പൊ ക്രീംസിൽ കാണാം, ഓയിൻമെന്റ്സിൽ, ബാംസിലൊക്കെ കാണാം. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വാർമിംഗ് സെൻസേഷൻ ഇവന്മാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ മൈനർ ആയിട്ടുണ്ട് പെയിൻ, ഏക്ക് ആൻഡ് പെയിൻസ് ഇല്ലേ, ഈ ആർത്രൈറ്റിസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ബാക്ക് പെയിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൈനർ പെയിൻ ആൻഡ് ഏക്സ് ഇതുപോലെ അലുവേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ ആ ഒരു വാർമിംഗ് സെൻസേഷൻ ഈ മീഥൈൽ സാലിസിലേറ്റ് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ മീഥൈൽ സാലിസിലേറ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കമ്പൗണ്ടാ, അതായത് പെയിൻ റിലീവിങ്, അനാൽജസിക്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കെമിക്കൽ കമ്പൗണ്ട് ആണ് ഈ പറഞ്ഞ മീഥൈൽ സാലിസിലേറ്റ്. എന്തൊക്കെയാണ് കോമൺ യൂസസ് നമുക്കറിയാം. ടോപ്പിക്കൽ പെയിൻ റിലീഫിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മീഥൈൽ സാലിസിലേറ്റ്. ഇതുപോലെ ക്രീംസിൽ, ഓയിൻമെന്റ്സിൽ, ബാംസിൽ എല്ലാം കാണാം. അപ്പോൾ അത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വാർമിംഗ് സെൻസേഷൻ കൊടുക്കുന്നു, അങ്ങനെ ആ മൈനർ പെയിനും ഏക്സ് ഒക്കെ റിലീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ മസിൽ സ്ട്രെയിൻസിൽ ഇവന്മാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? ആ ഒരു മസിലിന്റെ സോർനെസ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ സൂത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആർത്രൈറ്റിസിലാണെങ്കിൽ ആ ഒരു ആർത്രൈറ്റിസ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള പെയിനും ഇൻഫ്ലമേഷനും എല്ലാം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ബാക്ക് പെയിനിന്റെ കേസ് ആണെങ്കിൽ ആ ഒരു ഡിസ്കംഫോർട്ട് ഇല്ല, നമുക്ക് ബാക്ക് പെയിൻ വരുമ്പോൾ ഒരു ഡിസ്കംഫോർട്ട് ഇല്ല, അത് എലിവേറ്റ് ചെയ്യാൻ ഇവന്മാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇവന്മാർ വർക്ക് ചെയ്യുന്നത്? വാർമിംഗ് സെൻസേഷൻ ഉണ്ടാക്കുന്നത് പറഞ്ഞു. അതായത് നമ്മൾ മീഥൈൽ സാലിസിലേറ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വാർമിംഗ് ഫീലിംഗ് അവന്മാർ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു സെൻസേഷൻ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. പെയിൻ ഇല്ല എന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. ആ ഒരു വാർമിംഗ് സെൻസേഷൻ ചൂട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പെയിൻ ഡിസ്ട്രാക്റ്റഡ് ആകും. അപ്പോൾ ഒരു വാർമിംഗ് ഫീലിംഗ് അവിടെ വരും. അപ്പൊ ആ ഡിസ്ട്രാക്ഷൻ നമുക്ക് ആ പെയിനിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ ആകും ഈ ഒരു സെൻസേഷൻ, ആ ഒരു വാർമിംഗ് ഫീൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ്ഡ് ആകും ആ ഒരു അഫക്റ്റഡ് ഏരിയയിൽ. ദെൻ അത് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് അവന്മാർ ആക്ട് ചെയ്യുന്നത്. പെയിൻ റിലീഫ്, അതായത് ഇവന്മാർ എങ്ങനെ പെയിൻ കുറയ്ക്കുന്നത്? പെയിൻ സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവന്മാരെ ഈ പെയിൻ കുറയ്ക്കുന്നത്, അങ്ങനെ ആ ഒരു ഏരിയയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നത്. അപ്പൊ മീഥൈൽ സാലിസിലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടോപ്പിക്കൽ പെയിൻ റിലീഫ് പ്രൊഡക്റ്റിൽ വരുന്നതാണ്. അതായത് അവർ ഒരു വാർമിംഗ് സെൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അവന്മാർ അലിവേറ്റ് ചെയ്യുന്നു ആ ഒരു മൈനർ ഏക്സും പെയിനും ഒക്കെ, ആർത്രൈറ്റിസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മസിൽ സ്ട്രെയിൻസ്, ബാക്ക് പെയിന്, ഇതെല്ലാം അവന്മാർ അലിവേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? വാർമിംഗ് എഫക്ട് ആ സ്കിന്നിൽ ഉണ്ടായിക്കൊണ്ട് അങ്ങനെ ആ പെയിനും അല്ലെങ്കിൽ ആ ഇൻഫ്ലമേഷനും റെഡ്യൂസ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, FDA കാറ്റഗറി ഇൻ പ്രഗ്നൻസി ചോദിച്ചിട്ടുണ്ട്. FDAയുടെ കാറ്റഗറി പ്രഗ്നൻസിയിൽ കാറ്റഗറി A, B, C, D ആൻഡ് X ഉണ്ട്. കാറ്റഗറി A എന്ന് പറയുന്നത് adequate and well controlled studies have shown no risk to fetus. കാറ്റഗറി B എന്ന് പറയുന്നത് animal studies have shown no risk but there are no adequate studies in pregnant women, or animal studies have shown an adverse effect that was not confirmed in human studies. Then category C എന്ന് പറയുന്നത് animal studies have shown adverse effects അവിടെ കാണിക്കുന്നുണ്ട്, but there may be potential benefit that outweigh the risk in pregnant women. കാറ്റഗറി ഡി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എവിഡൻസ് അവിടെ ഹ്യൂമൻ ഫീറ്റൽ റിസ്കിന്റെ ഉണ്ട്, പക്ഷേ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് മേ വാറന്റ് ഇറ്റ്സ് യൂസ് ഇൻ പ്രഗ്നന്റ് വുമൻ ഡെസ്പൈറ്റ് ദ റിസ്ക്. ദെൻ കാറ്റഗറി എക്സ് എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, കാരണം റിസ്ക് എന്താണ്? ഔട്ട്വേ ചെയ്യുന്നു. പൊട്ടൻഷ്യൽ ബെനിഫിറ്റിനേക്കാളും അവിടെ എന്താണ് കൂടുതൽ? റിസ്ക് ആണ് കൂടുതൽ. അപ്പൊ കാറ്റഗറി എ നമ്മൾ ഈ FDA
ഈ പ്രഗ്നൻസിയുടെ ലൈക്ക് മെഡിക്കേഷൻ അതിന്റെ സേഫ്റ്റിനെ പ്രഗ്നൻസിയിൽ നമ്മൾ മെഡിക്കേഷൻ യൂസ് ചെയ്യുന്ന അതിന്റെ സേഫ്റ്റിനെ ബേസ് ചെയ്തിട്ട് FDA കാറ്റഗറൈസ് ചെയ്തേക്കുക കാറ്റഗറി ABCDX ആയിട്ട്. അപ്പൊ A എന്ന് പറയുന്നത് അഡിക്വേറ്റ് ആൻഡ് വെൽ കൺട്രോൾ സ്റ്റഡീസ് പ്രഗ്നന്റ് വുമണിൽ ഇതുപോലെ കാണിക്കുന്നു നോ റിസ്ക് ഫീറ്റേഴ്സിന് റിസ്ക് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. അതായത് സേഫ് ആണ് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാൻ, കാരണം ഗുഡ് എവിഡൻസ് അല്ലേ അത്, അപ്പൊ സേഫ് ആണ്. അതാണ് കാറ്റഗറി A ഡ്രഗ്സ്. കാറ്റഗറി B എന്ന് പറയുന്നത് ആനിമൽ സ്റ്റഡീസ് ഇതുപോലെ റിസ്ക് കാണിക്കുന്നില്ല. ആനിമൽ സ്റ്റഡീസ് ഹാവ് ഷോൺ നോ റിസ്ക് ടു ദ ഫീറ്റസ്, പക്ഷേ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള വെൽ കൺട്രോൾ സ്റ്റഡീസ് പ്രഗ്നന്റ് വുമണിൽ നടന്നിട്ടില്ല. അപ്പം ഓൾട്ടർനേറ്റീവ്ലി ആനിമൽ സ്റ്റഡീസ് ഇതുപോലെ അഡ്വേഴ്സ് എഫക്ട്സ് കാണിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റഡീസ് പ്രഗ്നന്റ് വുമണിൽ സ്റ്റഡീസ് ഇതുപോലെ ഒരു റിസ്ക് കാണിക്കുന്നില്ല, ലൈക്ക് നടത്തിയിട്ടില്ല. അപ്പൊ സിമ്പിൾ ടേംസ് പറയുവാണെങ്കിൽ ഇത് ലൈക്ലി സേഫ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എനഫ് ഹ്യൂമൻ നോട്ട് എനഫ് ഹ്യൂമൻ സ്റ്റഡീസ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ടേംസിൽ ഇത് ലൈക്ലി സേഫ് ആണ്, പക്ഷേ അത്രയ്ക്ക് ഒരു ഇനഫ് ആയിട്ടുള്ള ഹ്യൂമൻ സ്റ്റഡീസ് അത് ഷുവർ ആക്കുന്നില്ല. ദെൻ അടുത്ത കാറ്റഗറി സി എന്ന് പറയുന്നത് ആനിമൽ സ്റ്റഡീസ് ഇതുപോലെ അഡ്വേഴ്സ് എഫക്ട്സ് ഫീറ്റേഴ്സിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഇതുപോലെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് അതിന്റെ യൂസിനെ. ലൈക്ക് പ്രഗ്നന്റ് വുമണില്ല പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ട്, ബട്ട് എന്നിരുന്നാലും അവിടെ ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ കാറ്റഗറി സിയും ചിലപ്പോൾ ഉപയോഗിക്കാം. കാരണം റിസ്ക് ഉണ്ട്, പക്ഷെ ബെനിഫിറ്റ് ഇതുപോലെ വർത്ത് ആണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഈ ഡ്രഗ് ഉപയോഗിക്കും. അപ്പൊ കാറ്റഗറി A എന്ന് പറയുന്നത് പ്രൂവൺ ആണ് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പ്രഗ്നന്റ് വുമണിൽ, ലൈക്ക് സ്ട്രോങ് സ്റ്റഡീസ് ഉണ്ട്. കാറ്റഗറി B എന്ന് പറയുന്നത് നോ പ്രൂവൺ റിസ്ക് ഇൻ ആനിമൽ സ്റ്റഡീസിൽ പ്രൂവൺ റിസ്ക് ഇല്ല, ഇനഫ് ആയിട്ട് നോട്ട് ഇനഫ് ഹ്യൂമൻ സ്റ്റഡീസ് ജനറലി ഒരു സേഫ് ആണ്, ബട്ട് ഇനഫ് ആയിട്ടുണ്ട് ഹ്യൂമൻ സ്റ്റഡീസും ഇല്ല. അതാണ് കാറ്റഗറി B. കാറ്റഗറി C എന്ന് പറയുന്നത് ആനിമൽ സ്റ്റഡീസ് ഇതുപോലെ ചില റിസ്ക് കാണിക്കുന്നുണ്ട്, ഡ്രഗ് അപ്പം ചിലപ്പോൾ യൂസ് ചെയ്യാം, ബെനിഫിറ്റ് ഔട്ട്വേ ചെയ്യുവാണ് റിസ്കിനെക്കാളും എങ്കിൽ യൂസ് ചെയ്യാം. ദെൻ കാറ്റഗറി D എന്ന് പറയുന്നത് അതായത് ദർ ഈസ് എവിഡൻസ് ഓഫ് ഹ്യൂമൻ ഫീറ്റൽ റിസ്ക്, ബേസ്ഡ് ഓൺ അഡ്വേഴ്സ് റിയാക്ഷൻ ഡേറ്റാനെ ബേസ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റിഗേഷണൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റഡീസ് ഹ്യൂമൻസ് നടത്തിയിട്ട് ആ അഡ്വേഴ്സ് റിയാക്ഷൻ ഡേറ്റാനെ ബേസ് ചെയ്തിട്ട് അവിടെ എവിഡൻസ് ഉണ്ട് ഹ്യൂമൻ ഫീറ്റൽ റിസ്കിന്റെ, പക്ഷേ ആ ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ആ ഒരു ഡ്രഗിന്റെ യൂസിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ആ പ്രഗ്നന്റ് വുമണിൽ ഇതുപോലെ അക്സെപ്റ്റബിൾ ആണ് ആ പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടെങ്കിലും. അതായത് അവിടെ എവിഡൻസ് ഉണ്ട് ഇതുപോലെ ആ റിസ്ക് ഉണ്ട്, ഫീറ്റേഴ്സിന് റിസ്ക് ഉണ്ടെന്നൊരു എവിഡൻസ് ഉണ്ട്, പക്ഷേ ഡ്രഗ് ചിലപ്പോൾ യൂസ് ചെയ്യും, ലൈക്ക് ആ ബെനിഫിറ്റ് ഔട്ട്വേ ചെയ്യുന്നുണ്ട് റിസ്കിനേക്കാളും എങ്കിൽ ചില സീരിയസ് സിറ്റുവേഷനിൽ ഇതുപോലെ ഈ ഡ്രഗ് യൂസ് ചെയ്യാറുണ്ട്. കാറ്റഗറി S എന്ന് പറയുന്നത് ആനിമൽസിലെ സ്റ്റഡീസും ഹ്യൂമൻസിലെ സ്റ്റഡീസും ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് എവിഡൻസ് ഉണ്ട് അവിടെ ഹ്യൂമൻ ഫീറ്റൽ റിസ്കിന്, ആ ബേസ്ഡ് ഓൺ ആ ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ഡേറ്റ ബേസ് ചെയ്തിട്ട്. അപ്പം ഇതുപോലെ ഹാംഫുൾ ആണെന്ന് പ്രൂവൺ ആണ് ഫീറ്റേഴ്സിന്, അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ അത് യൂസ് ചെയ്യാറില്ല. കാറ്റഗറി D എന്ന് പറയുന്നത് എന്താണ്? എവിഡൻസ് ഓഫ് റിസ്ക് ടു ദ ഫീറ്റേഴ്സിനോടുണ്ട് റിസ്കിന്റെ എവിഡൻസ് ഉണ്ട്, പക്ഷേ മൈറ്റ് ബി യൂസ് ഇഫ് അബ്സല്യൂട്ട്ലി നെസസറി ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും, ബെനിഫിറ്റ് ഔട്ട്വേ ചെയ്യുവാണ് റിസ്കിനേക്കാളും എങ്കിൽ. കാറ്റഗറി X എന്ന് പറയുന്നത് ഹാംഫുൾ ആണ്, അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാറില്ല അണ്ടർ എനി സർക്കംസ്റ്റൻസസ്.